കുറേ ദിവസത്തിന് ശേഷം പേരക്കുട്ടി വരുമെന്ന് കേട്ടു. വല്ലാത്ത ആഗ്രഹമാണ് അവൻ്റെ മുഖമൊന്ന് കാണാൻ. ആഗ്രഹിച്ചുകൊണ്ട് വഴിയിലേക്ക് നോക്കിയിരുന്നു. അതെ, ആ മുഖമൊന്ന് കാണാൻ എന്ത് ആഗ്രഹമാണ്. എന്നാൽ ആ മുഖം നോക്കിക്കൊണ്ടേയിരിക്കും. എത്ര നോക്കിയിരുന്നാലും മതിയാവില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും കാണാൻ വല്ലാത്ത ആഗ്രഹമല്ലേ? അതെ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് തങ്ങളുടെ പേരക്കുട്ടികളെയും മക്കളെയും കൊടുത്ത സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുഖം കാണാൻ അപ്പോൾ എത്രമാത്രം നല്ല ഒരു അനുഭവമായിരിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ നേടിയെടുത്തതല്ല, നമ്മുടെ സൃഷ്ടാവായ ഏകനായ ദൈവം നമുക്ക് സമ്മാനമായി തന്നതാണ്. ആ സൃഷ്ടാവിൻ്റെ മുഖം കാണുക എന്നത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. ആ സൃഷ്ടാവിൻ്റെ മുഖം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് തൻ്റെ മുഖം സൃഷ്ടാവ് മരണാനന്തര ജീവിതത്തിൽ കാണിച്ചു കൊടുക്കും. മാത്രമല്ല, സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തിൽ സൃഷ്ടാവ് നമ്മെ പ്രവേശിക്കുകയും ചെയ്യും. സൃഷ്ടാവ് ഏറ്റവും കോപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതും സൃഷ്ടികൾ അവർ എത്ര ഉന്നതന്മാരായാലും അവരെ ആരാധിക്കുന്നതുമാണ്. അതുകൊണ്ട് സൃഷ്ടാവിനെ മനസ്സിലാക്കി, സൃഷ്ടാവിനെ കുറിച്ച് പഠിച്ച് സൃഷ്ടാവിനെ കണ്ടെത്തി ആരാധന നടത്തുക. ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും സൃഷ്ടികൾക്കോട് കാരുണ്യം ചെയ്യുകയും ചെയ്താൽ സൃഷ്ടാവ് എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുകയും സൃഷ്ടാവിൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.